കേരളത്തിന് പുറത്ത് ജീവിച്ചതുകൊണ്ട് മാത്രം ശബ്ദം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അത്യാവശ്യം കുഴപ്പമില്ല പാട്ട് പാടിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പൊ പാട്ട് പാടുമ്പോ നിലാകായികരുത് കാറ്റ് വീസും എന്റെ പറഞ്ഞ ആൾക്കാർ കാണുന്നുണ്ടാവും. ഇവൻ എന്ത് കാണിക്കണമെന്നായിരിക്കുന്നു. ഞാൻ ഇപ്പൊ ഇതിന്റെ കൂടെ എന്റെ മറ്റേ മുമ്പ് ഞാൻ പാടിക്കൊണ്ടിരുന്ന പാകൂടാം. കാറ്റ് വീസും കായും കായും അതിൽ മാറ്റും ഏതുമില്ലയേ ആവാനും മണ്ണും നമ്മെ ചൊല്ലും അന്ത വാർത്ത പോയവില്ലേ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലു ക്രിട്ടിക് എന്നീ ചാനലിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതുവരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഇതും ഒരു പേഴ്സണൽ വ്ളോഗല്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്കെതിരെ ആസൂത്രിതമായ ആക്രമണം നടക്കുന്നത് കണ്ടപ്പോഴാണ് ചില വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നെനിക്ക് തോന്നിയത്. വ്യക്തിപരമായ അനക്ഡോട്ടലായ അനുഭവങ്ങളല്ല ഏതൊരു വിഷയത്തെയും വിലയിരുത്താൻ ഉപയോഗിക്കേണ്ടതെങ്കിൽ പോലും ഈ വിഷയത്തിൽ ചില പേഴ്സണലായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ ചില ഡാറ്റകളിലേക്ക് നമുക്ക് കടക്കാം. 2023 മെയ് മാസം മുതൽ ഞാൻ താമസിക്കുന്നത് ഫ്രാൻസിലാണ്. വളരെ ഹെൽത്തിയായ ഫിറ്റായ ഒരാളാണ് ഞാൻ എന്ന് കരുതി ഇങ്ങനെ ജീവിക്കുന്നതിനിടയിലാണ് 2024 ഓഗസ്റ്റ് മാസത്തിൽ എനിക്കൊരു തൊണ്ടവേദന വരുന്നത്. തൊണ്ടവേദന ഇങ്ങനെ കൂടി വന്ന് ഭക്ഷണം പോലും പ്രോപ്പറായി ഇറങ്ങാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഡോക്ടറെ കാണിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. ആദ്യം പോയപ്പോൾ തന്നെ അവർ ഡയഗ്നോസ് ചെയ്തിട്ട് ഇതൊരു പെരിട്ടോൺസിലർ ആപ്സിസ് എന്നൊരു അസുഖമാണെന്ന് കണ്ടുപിടിച്ചു. ലളിതമായി പറഞ്ഞാൽ തൊണ്ടയിൽ ഇൻഫെക്ഷൻ കൂടി വരുന്ന ഒരു അവസ്ഥ. ഈ ഇൻഫെക്ഷൻ ലൊക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റാതെ വന്നപ്പോഴാണ് CT സ്കാൻ എടുക്കാൻ തീരുമാനിച്ചത്. ഈ CT സ്കാൻ നോക്കിയത് തന്നെ ഇൻഫെക്ഷൻ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ കണ്ടുപിടിച്ചത് മറ്റൊരു സംഭവമായിരുന്നു. നോക്കി വന്നപ്പോൾ ക്യാൻസറാണ്, പാപ്പിലറി തൈറോയിഡ് കാർസിനോമ. സ്കാനുകൾക്കും അൾട്രാസൗണ്ടിനൊക്കെ ശേഷം ഈ ക്യാൻസർ ബാധിച്ച തൈറോയിഡ് ഗ്ലാൻഡും ഒപ്പം തന്നെ ക്യാൻസർ ബാധിച്ച ഏരിയയിലെ മറ്റ് സെൽസും റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു സർജറി വേണ്ടി വരുമെന്ന് ഡോക്ടർമാരോട് പറഞ്ഞു. അസുഖത്തെ പറ്റിയും സർജറിയെ പറ്റിയും എല്ലാം ChatGPT നോക്കി കിട്ടിയ അറിവ് വെച്ച് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ശബ്ദമൊക്കെ ഓക്കെ ആയിരിക്കില്ലേ, വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ, ഞാൻ പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്, മ്യൂസിക് ബാൻഡിലൊക്കെ ഉണ്ടായിരുന്നു, പാട്ടൊക്കെ പാടുന്ന ആളാണ്, അപ്പോൾ എനിക്ക് ശബ്ദം പ്രശ്നം ഉണ്ടാവാൻ പാടില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞു. ഡോക്ടറെ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നം പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല എന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. സർജറിക്ക് മുൻപുണ്ടായിരുന്ന മറ്റൊരു അപ്പോയിൻമെന്റിനിടയിലും ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ഡോക്ടറോട് ആവർത്തിച്ച് ചോദിച്ചു, ഡോക്ടറെ ശബ്ദമൊക്കെ ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പാട്ടൊക്കെ പാടേണ്ടതാണ്. ഡോക്ടർ മുമ്പ് പറഞ്ഞ അതേ ഫോർമാറ്റിൽ ഇല്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇതിനങ്ങനത്തെ റിസ്കുകളൊന്നുമില്ല എന്നതിൻ്റെ അടുത്ത് ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞു. സർജറിക്ക് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ റൈറ്റ് ലാരിഞ്ചൽ നെർവ് സർജറിക്കിടയിൽ കട്ട് ചെയ്യപ്പെട്ട കാര്യം ഞാൻ അറിയുന്നത്. എൻ്റെ വലത്തെ വോക്കൽ കോഡ് പൂർണ്ണമായും പാരലൈസ് ആയത്രേ. നന്നായി സംസാരിക്കാനും എന്നെ സംബന്ധിച്ച് എന്നെ പാടാനും സഹായിച്ചിരുന്ന എൻ്റെ 2 വോക്കൽ കോഡുകളിൽ ഒന്നിനി പ്രവർത്തിക്കില്ല. ജീവിതത്തിൽ ഒരിക്കലും എനിക്കിനി പാടാൻ കഴിയില്ല. സംഭവം അറിഞ്ഞപ്പോൾ ദേഷ്യത്തോടെയും ഭയങ്കര സങ്കടത്തോടെയും കാറ്റ് മാത്രം പുറത്തു വരുന്ന ശബ്ദത്തിൽ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ ശബ്ദത്തിന് പ്രശ്നമുണ്ടോയെന്ന്, റിസ്ക് ഉണ്ടോയെന്ന്, എനിക്ക് പാട്ട് പാടാൻ ഇനി ആഗ്രഹമുണ്ടെന്ന കാര്യം ഞാൻ പറഞ്ഞതല്ലേ. ഡോക്ടറുടെ മറുപടിയാണ് എന്നെ കൂടുതൽ ഷോക്കിലാക്കിയത്. പാട്ട് പാടുമായിരുന്നോ, അത് പറഞ്ഞില്ലല്ലോ, അങ്ങനെ സംഭവം പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു അവരുടെ മറുപടി. 2 മാസം കഴിഞ്ഞ് അവർ വീണ്ടും ഒരു സ്കാൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ സർജറി പോരാ, ഒന്നുകൂടെ ചിലപ്പോൾ വേണ്ടി വരും. ഇത് കേട്ട പാടെ ഞാൻ കിട്ടിയ ടിക്കറ്റും എടുത്ത് നാട്ടിലേക്ക് വണ്ടി കയറി. തിരുവനന്തപുരം RCSCയിലെ ഹെഡ് ആൻഡ് നെക്ക് സർജറി ഡിപ്പാർട്ട്മെന്റിൽ എന്നെ മെഡിക്കൽ റിപ്പോർട്ടുകൾ കാണിച്ചപ്പോഴാണ് ഫ്രാൻസിൽ ട്രീറ്റ് ചെയ്ത രീതി മുതൽ സർജറിയിൽ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളും മെഡിക്കൽ നെഗ്ലിജൻസും ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നുവെന്ന് അവിടുന്ന് തിരിച്ചറിയുന്നത്. വേറെയും ഒപ്പീനിയൻസ് എടുത്തപ്പോൾ കേരളത്തിലായിരുന്നു എൻ്റെ സർജറി എങ്കിൽ എൻ്റെ ശബ്ദം എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു എന്നെനിക്ക് ബോധ്യമായി. പാട്ടുപാടാൻ എനിക്കിനി കഴിയില്ലെങ്കിലും മാസങ്ങളോളം നടത്തിയ സ്പീച്ച് തെറാപ്പിയും എൻ്റെ വോക്കൽ കോഡിൽ ചെയ്ത ഒരു ഫാറ്റ് ഇഞ്ചക്ഷനുമാണ് ഈ നിലയിലെങ്കിലും സംസാരിക്കാൻ എന്നെ സത്യത്തിൽ സഹായിച്ചത്. ഇതിത്രയും നീട്ടി വലിച്ച് പറയേണ്ടി വന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്കും ആരോഗ്യ വകുപ്പിനുമെതിരെ നടക്കുന്ന കൊണ്ടുപിടിച്ച ഇപ്പോഴത്തെ പ്രചാരണം കണ്ടതുകൊണ്ടാണ്. ഈ ക്യാമ്പയിനുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ താല്പര്യം കേരളത്തിന്റെ നിലവിലുള്ള ഇലക്ഷൻ പശ്ചാത്തലത്തിലാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അതിനേക്കാൾ ഡീപ്പായ മറ്റ് കാരണങ്ങളുണ്ടെന്നാണ് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ ഈ ചിത്രം കണ്ടോ? ഇതാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്കെതിരെ നടക്കുന്ന അറ്റാക്കുകൾക്ക് പുറകിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് OPDകൾക്ക് വേണ്ടി ആളുകൾ പ്രൈവറ്റ് ആശുപത്രികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും സർക്കാർ ആശുപത്രികളിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഈ ഡാറ്റ. ഈ മാറ്റമാണ് സത്യത്തിൽ ചിലരെ അലോസരപ്പെടുത്തുന്നത്. KKR ആൻഡ് ബ്ലാക്ക്സ്റ്റോൺ, ഈ 2 പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ പേരുകൾ നമ്മളോട് പറയില്ല. ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ $700 മില്യൺ നിക്ഷേപം നടത്തിയത് ഈ 2 അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളായ കോഴിക്കോട്ടെ ബേബി മെമ്മോറിയലും മൈത്രയും തിരുവനന്തപുരത്തെയും കോട്ടയത്തെയും കൊല്ലത്തെയും കിംസ് ആശുപത്രികളും അങ്ങനെ തുടങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആശ്രയ മെഡിസിറ്റികളും
എന്തിനു പറയുന്നു, സെക്കൻഡറി ടൗണുകളിലെ ചില ചെറിയ ക്ലിനിക്കുകൾ പോലും ഇന്ന് ഈ 2 അമേരിക്കൻ ഭീമന്മാരുടെ കൈകളിലാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മോശമാണെന്ന ഒരു ഇമേജ് സ്ഥാപിക്കേണ്ടത് മറ്റാരേക്കാളും അവരുടെ ആവശ്യമാണ്. ഏത് സർക്കാർ ആശുപത്രികളെ പറ്റി? ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെച്ച കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ പറ്റി. ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ശ്വാസകോശം മാറ്റിവെച്ച കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ പറ്റി. ഗവൺമെന്റ് ആശുപത്രി മേഖലയിൽ ആദ്യമായി ഒരു റോബോട്ടിക് യൂണിറ്റ് സ്ഥാപിച്ച അതേ സർക്കാർ ആശുപത്രികളെ പറ്റി. ലോകാരോഗ്യ സംഘടന പോലും ഇക്കഴിഞ്ഞ ജൂലൈയിൽ മികച്ച പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിനെ അഭിനന്ദിച്ച അതേ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പറ്റി. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനെതിരെയും ആരോഗ്യ വകുപ്പിനെതിരെയും നടക്കുന്ന ഈ ആക്രമണം നികൃഷ്ടവും ആസൂത്രിതവുമാണ്. മറ്റേത് മേഖലയും പോലെ തന്നെ സർക്കാർ മേഖലയിലെ മെഡിക്കൽ രംഗത്തും ചില കുറവുകളോ വീഴ്ചകളോ ഒക്കെ ഉണ്ടാകാം. അങ്ങനെ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ വിമർശനങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങൾ സ്വാഭാവികമായ വിമർശനങ്ങളല്ല. അത് സർക്കാർ മെഡിക്കൽ മേഖലയെ തകർക്കാനുള്ള, അതിന്റെ വിശ്വാസ്യതയെ ഇല്ലാതാക്കാനുള്ള വിമർശനങ്ങളാണ്. കേരളത്തിലെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്ന് സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടി ഒരു വലിയ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. റിപ്പോർട്ടർ TV തങ്ങളുടെ റീലോഞ്ചിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്ത ആ ബ്രേക്കിംഗ് ന്യൂസ് ഓർമ്മയുണ്ടോ? ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കൈക്കൂലി വാങ്ങി എന്നായിരുന്നു ആ വ്യാജ വാർത്ത. ചികിത്സാ പിഴവ് മൂലം വിളപ്പിൽ ശാലയിൽ ഒരു രോഗി മരിച്ചു എന്ന പച്ചക്കള്ളം 24 ന്യൂസ് എയർ ചെയ്തിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. BJP സംസ്ഥാന മുതലാളിയുടെ ചാനലായ ഏഷ്യാനെറ്റും തുടരെ ആരോഗ്യവകുപ്പിനെതിരെ ആരോപണങ്ങളും വാർത്തകളും അടിച്ചിറക്കി വിടുന്നുണ്ട്. 24 ന്യൂസിനാണ് ഈ വിഷയത്തിൽ കൂടുതൽ ആവേശം. 24 ന്യൂസ് കുറച്ച് കാലമായി ഇറക്കുന്ന കാർഡുകളും അവരുടെ വാർത്തകളും എല്ലാം കൃത്യമായ അജണ്ടയോട് കൂടിയതാണ്. മുൻപ് സൂചിപ്പിച്ച അമേരിക്കൻ ഇക്വിറ്റി കമ്പനികളായ KKRൽ നിന്നും ബ്ലാക്ക് സ്റ്റോണിൽ നിന്നും ശ്രീകണ്ഠൻ നായർ പണം വാങ്ങുന്നുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാനാകില്ല. ചരിത്രത്തിൽ തന്നെ ആദ്യമായി നാഷണൽ ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനം ലഭിച്ച, ഇന്ത്യയിൽ ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന കേരളത്തിലെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ച് ഒരു അടിയന്തര പ്രമേയം പോലും നിയമസഭയിൽ ഇതുവരെ ഉന്നയിക്കാത്ത പ്രതിപക്ഷം മീഡിയയ്ക്ക് മുൻപിൽ നിരന്തരം വന്ന് ആവർത്തിച്ചു പറയുന്നത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്, ആരോഗ്യരംഗം വെന്റിലേറ്ററിൽ എന്ന ഈ വ്യാജ നരേറ്റീവ് മാധ്യമങ്ങളോടൊപ്പം പ്രതിപക്ഷം ഇങ്ങനെ നിരന്തരം ആവർത്തിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ സ്വകാര്യ ഭീമന്മാർ കൂടി വേണ്ടിയാണ്. ഗവൺമെന്റ് ജോലി ഇതൊന്നും അല്ല. ഗവൺമെന്റ് ഷുഡ് ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ. സർക്കാർ ഫെസിലിറ്റേറ്റർ പണി മാത്രം എടുത്താൽ മതിയെന്ന രമേശ് ചെന്നിത്തലയുടെ ഈ പ്രസ്താവന ശ്രദ്ധിച്ചോ? എല്ലാ മേഖലകളിൽ നിന്നും സർക്കാരുകൾ പിന്മാറണം എന്നതാണ് ഫണ്ടമെന്റലായി തന്നെ UDFന്റെ നിലപാട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 24 ലക്ഷത്തിലധികം ആളുകൾക്ക് 8425 കോടിയുടെ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമാണ് കേരളം. ആ സംവിധാനം ഇവിടെ ഇല്ലാതാക്കി പകരം ആ സ്ഥാനത്ത് പ്രൈവറ്റ് കമ്പനികളെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കമാണ് UDFും മാധ്യമങ്ങളും നടത്തുന്നതെന്ന് പറയാതിരിക്കാനാവില്ല. UDF ഈ പണി ഇപ്പോൾ തുടങ്ങിയതല്ല. കഴിഞ്ഞ ടൈമിലെ അവരുടെ ഭരണകാലത്തും ഈ ആരോഗ്യരംഗം പരമാവധി കുളമാക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അവർ നടത്തിയിരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ തിയേറ്റർ അണുബാധ ഭീഷണിയിൽ. പൊടിയും ചിലന്തി വലയും കൊണ്ട് മൂടിയ തിയേറ്ററിൽ ശസ്ത്രക്രിയ നടത്താനാകില്ലെന്ന് കാട്ടി ഡോക്ടർമാർ കത്ത് നൽകിയെങ്കിലും നടപടിയില്ല. സർക്കാർ ആശുപത്രികളിൽ കടുത്ത മരുന്നുക്ഷാമം. കാൽസ്യം ഗുളികകൾ മുതൽ ആന്റിബയോട്ടിക്കുകളും ജീവൻ രക്ഷാ മരുന്നുകളും വരെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരും വേണ്ടത്ര ജീവനക്കാരുമില്ലാതെ കിതയ്ക്കുകയാണ് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെ. കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ ഇന്ന് അതാണോ? അത്യാധുനിക സംവിധാനങ്ങളും പുതിയ കെട്ടിടങ്ങളും മെഡിക്കൽ ബ്ലോക്കുകളും പുതിയ മെഷീനറികളും മികച്ച ചികിത്സയും എന്തിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകാരോഗ്യ സംഘടന തന്നെ അഭിനന്ദിക്കുന്ന പ്രവർത്തനങ്ങളുമൊക്കെയായി കേരളത്തിന്റെ ആരോഗ്യ മേഖല ആകെ അങ്ങ് മാറി. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ശ്രമഫലമായാണ് സർക്കാർ ആശുപത്രികളിൽ പ്രൈവറ്റ് OPയിലേക്കാൾ കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങിയത്. സ്വകാര്യ ആശുപത്രി ലോബിയെയും അവർ ചിലവിന് കൊടുത്ത് കുരയ്ക്കാനും കടിക്കാനും വളർത്തുന്ന മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും എല്ലാം അതുകൊണ്ടാണ് ഇതെല്ലാം അസ്വസ്ഥമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാരുകൾ പൊതുമേഖലയിൽ നിന്നും പിന്മാറി അവിടെ പ്രൈവറ്റ് കമ്പനികളെ പ്രതിഷ്ഠിക്കണം എന്നുള്ളത് UDFന്റെ എക്കാലത്തെയും അടിസ്ഥാനപരമായ നിലപാടാണ്. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, നാളെയും അങ്ങനെ തന്നെയായിരിക്കും. ഇതിനു മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്ന് നീ എത്ര പൈസ വാങ്ങി, ഇത് PR വർക്കാണോ, നിനക്ക് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ എന്നൊക്കെ ചോദിച്ചെന്നെ പരിഹസിച്ചവർ ഒരുപാടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ട് ഇതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയുള്ള PR വർക്കാണോ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരോടാണ്, അതെ, ഇത് PR വർക്കാണ്. സാധാരണക്കാരന്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയുള്ള PR വർക്ക്. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത്താണിയാകേണ്ട സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയുള്ള PR വർക്ക്. 5 പൈസ വാങ്ങാതെ തന്നെ ഇത്തരം PR വർക്കുകൾ ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനവുമാണ്. അടുത്ത PR വർക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.